ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി ആരാ വന്നത് അടുത്ത പേജിൽ? ആയി മേരി ദാദി ആയി. ദാദി മുത്തശ്ശി. ആയി മേരി ദാദി ആയി. ആയി വന്നു. മേരി ദാദി എൻ്റെ മുത്തശ്ശി. ആയി വന്നു. വന്നു എൻ്റെ മുത്തശ്ശി വന്നു. അല്ലേ എൻ്റെ ഉമ്മമ്മ വന്നു. അല്ലേ എൻ്റെ ഉമ്മമ്മ വന്നു. ആയി മേരി ദാദി ആയി. എൻ്റെ ഉമ്മമ്മ വന്നു. മേരി പ്യാരി ദാദി ആയി. എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി വന്നു. അല്ലേ നേരത്തെ പറഞ്ഞു മേരി പ്യാരി അമ്മിയായി. ഇവിടെ പറയാം മേരി പ്യാരി ദാദിയായി. എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി വന്നു. ദാദാ മുത്തശ്ശൻ, ദാദി മുത്തശ്ശി. ആയേ മേരെ ദാദാ ആയേ. പിന്നെ പറയാം ആയേ മേരെ ദാദാ ആയേ. ആയേ വന്നു. മേരെ ദാദാ എൻ്റെ മുത്തശ്ശൻ വന്നു. പക്കേ പക്കേ ആം ഖായേ. പക്കേ പക്കേ എന്ന് പറഞ്ഞത് പക്കേ എന്നാണ് വായിക്കുക. പ ഇട്ട് കാഫ് ഇട്ടിട്ട് അടിയിലേക്ക് മടക്കിയിട്ടു. എന്താണെങ്കിലും എ എന്ന ഉച്ചാരണം വരണമെങ്കിൽ അടിയിലേക്ക് മടക്കി ഇതുപോലെ മടക്കിയിടും. അപ്പോൾ അവസാനത്തെ അക്ഷരം എ എന്ന സ്വരചിഹ്നത്തിൽ എന്ന ഉച്ചാരണത്തിൽ അവസാനിക്കും. അതാണ് പക്കേ. പക്കേ നല്ല പഴുത്ത. പക്ക എന്ന് പറഞ്ഞാൽ പഴുത്ത, പാകമായ എന്നൊക്കെയാണ്. മലയാളത്തിൽ നമ്മൾ പക്ക ആള് നല്ല പക്കയാണ് പറയും. പക്ക എന്ന് പറഞ്ഞാൽ പാകമായ, പഴുത്ത, പിന്നെ പക്വതയുള്ള, അങ്ങനെ കുറേ അർത്ഥമുണ്ട്. പക്കേ പക്കേ നല്ല പഴുത്ത. ആം മാംഗോ. ഖായേ തിന്നു അല്ലെ കഴിച്ചു. പക്കേ പക്കേ ആം ഖായേ നല്ല പഴുത്ത മാങ്ങ എല്ലാവരും കൂടി കഴിച്ചു. ഖായേ കഴിച്ചു. ഖായ ഖായേ ഖായി എന്നൊക്കെ പറഞ്ഞാൽ കഴിച്ചു, തിന്നു എന്നാണ് കേട്ടോ. ഉറുദുവിലും ഹിന്ദിയിലൊക്കെ അങ്ങനെ തന്നെ വരിക. അപ്പോൾ പക്കേ പക്കേ ആം ഖായേ നല്ല പഴുത്ത മാങ്ങ തിന്നു. എല്ലാവരും കൂടെ പഴുത്ത മാങ്ങ തിന്നു. ആരൊക്കെ തിന്നത്? ആയി മേരി ദാദിയായി മുത്തശ്ശി വന്നു. മേരി പ്യാരി ദാദിയായി പ്രിയപ്പെട്ട മുത്തശ്ശി വന്നു. പിന്നെ ആരാ വന്ന്? ആയേ മേരെ ദാദാ ആയേ എൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശൻ വന്നു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും. പിന്നെ ആരാ നേരത്തെ വന്നത്? അല്ലേ അമ്മി വന്നു. അമ്മിയും ഒക്കെ എന്ത് കഴിച്ചു? ആം ഖായേ മാങ്ങ. എല്ലാവരും കൂടെ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ നല്ല സന്തോഷത്തോടെ കഴിച്ചു. ആര് കൊണ്ടുവന്ന മാങ്ങ? അബ്ബാലായേ. അല്ലേ ആദ്യം തന്നെ പറഞ്ഞു അബ്ബ കൊണ്ടുവന്ന മാങ്ങയാണ്. അപ്പം അബ്ബ കൊണ്ടുവന്ന മാങ്ങ എല്ലാവരും കൂടെ നല്ല സന്തോഷത്തോടെ കഴിച്ചു. അല്ലേ അത്രയാണ് ആ 4 വരി. ഇനി അടുത്ത് നോക്കാം. ബഹന ആയി. ബഹന ആയി സഹോദരി വന്നു. ഭയ്യ ആയേ സഹോദരനും വന്നു. ബഹന ആയി സഹോദരി വന്നു. ഭയ്യ ആയേ സഹോദരൻ വന്നു. സബ്നെ മിൽക്കർ എല്ലാവരും കൂടിയിട്ട്. സബ് പറഞ്ഞാൽ എല്ലാവരും എന്നാ. സബ്നെ മിൽക്കർ ആം ഖായേ. ഇത് മൊത്തത്തിൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വെച്ചാൽ മതി. പറ്റുന്നവർക്ക് ഓരോന്നിൻ്റെ അർത്ഥം കിട്ടുമെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക. സബ്നെ മിൽക്കർ എല്ലാവരും ഒരുമിച്ച്. ആം മാങ്ങ. ഖായേ കഴിച്ചു, തിന്നു. സബ്നെ മിൽക്കർ പറഞ്ഞാൽ ഒരുമിച്ച് മനസ്സിലാക്കുക. ഒരുമിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സബ്നെ മിൽക്കർ എല്ലാവരും ഒരുമിച്ച്. ആം ഖായേ മാങ്ങ തിന്നു, മാങ്ങ കഴിച്ചു. ഇത്രയാണ് ഇതിലുള്ള ഈ 4 വരികൾ. ആയി മേരി ദാദിയായി. മേരി പ്യാരി ദാദിയായി. ആയേ മേരെ ദാദാ ആയേ. പക്കേ പക്കേ ആം ഖായേ. ബഹന ആയി. ഭയ്യ ആയേ. സബ്നെ മിൽക്കർ ആം ഖായേ. എല്ലാവരും ഒരുമിച്ച് മാങ്ങ കഴിച്ചു. ഇത്രയാണ് ഈ പാട്ടിലുള്ളത്. അപ്പോൾ ആദ്യം മുതൽ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ആദ്യം മുതൽ ആദ്യത്തെ വരിയിൽ നമ്മൾ പഠിച്ചു. പിന്നെ ആയേ മേരെ അബ്ബ ആയേ. മീഠേ മീഠേ ആം ലായേ. ആയേ പ്യാരെ അബ്ബ ആയേ. താസേ താസേ ആം ലായേ. ആയി മേരി അമ്മി ആയി. മേരി പ്യാരി അമ്മി ആയി. आई मेरी दादी आई. मेरी प्यारी दादी आई.
ആയേ മേരെ ദാദാ ആയേ പക്കേ പക്കേ ആം ഖായേ. ബഹന ആയി ഭയ്യ ആയേ സബ്നെ മിൽക്കർ ആം ഖായേ. അപ്പോൾ ഇത്രയാണ് ഈ പാട്ടിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങൾ കുറേ വാക്കുകളൊക്കെ നമ്മൾ അർത്ഥമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളൊക്കെ അതും വാക്കുകളുടെ അർത്ഥങ്ങളും നിങ്ങൾ എല്ലാവരും പഠിക്കണം കേട്ടോ. അത് പഠിച്ചാൽ നമുക്ക് കൂടുതൽ ഈസി ആവും കേട്ടോ. ഓക്കെ.